വേഗം ചെല്ലടി അങ്ങോട്ട്. ആ മോഹന്റെ അടുത്തുനിന്ന് പണം തിരിച്ചു വാങ്ങാൻ എന്താ ഇപ്പൊ ഒരു വഴി? അടുത്ത ബിസിനസ് നടത്തുമ്പോ അവന് പണം കൊടുക്കരുത്. ആ വരണം വരണം വരണം. ഇരിക്കണം. ഇരിക്കാനേ. ഇരിക്കൂ. എന്താ നിക്കുന്ന? ഇരിക്കൂ. ജെയിംസ് ബാലൻ എന്നാ പേര്. ബാലൻ. ആ ഫോട്ടോ എടുക്കൂ. ഫോട്ടോയിൽ കാണുന്നേക്കാൾ ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ. മുസ്തഫ, എല്ലാവരെയും വിളിക്കേ. വിളിക്കണ്ട, ഞങ്ങളുടെ ആവശ്യം അതല്ല. ബാല, നമ്മൾ വന്ന കാര്യം പറയും. സിന്ധു എന്നൊരു പെൺകുട്ടി ഇവിടുന്ന് ഒളിച്ചോടി പോയില്ലേ? അവളെ എന്ത് വിലക്കാണ് നിങ്ങൾ വാങ്ങിയത്? അത് പറയൂ. 5000 രൂപ. അവൾ സൈൻ ചെയ്തൊരു ബോണ്ട് പേപ്പർ ഇവിടെ ഇല്ലേ? അവൾ ഒപ്പിട്ടൊരു ബോണ്ട് പേപ്പർ ഇവിടെ ഇല്ലേ എന്നാ ചോദിച്ചത്. പിന്നെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ ആപത്ത് നിങ്ങൾക്ക് തന്നെയാ. സാറ് പറയുന്ന അനുസരിക്കുന്നതല്ലേ, ഇല്ലെങ്കിൽ എല്ലാത്തിനും അകത്താക്കും. ഞാൻ കൊടുത്ത പണം തന്നാൽ. അതിനെന്താ? ഇതാ മേഡം. എന്നാ പണം. ചേച്ചി ചേച്ചി, ദേ ഇത് കണ്ടോ? എന്താ ഉണ്ണി? ഒന്ന് വായിച്ചു നോക്കി. നീ തന്നെ ഒന്ന് വായിക്കടാ. ഗൾഫ് നാട്ടിൽ ജോലി കൊടുക്കാമെന്നും പറഞ്ഞ് പാവപ്പെട്ട പെൺകുട്ടികളിൽ നിന്നും പണം തട്ടിയെടുത്ത് അവരെ ബോംബെയിലെ ചുവന്ന തെരുവിൽ വിൽക്കുന്ന സംഘത്തെ ഇന്നലെ ബോംബെയിൽ വെച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സംഘത്തിലെ തലവൻ ചുവന്നവണ്ണ സ്വദേശിയായ മോഹനാണ്. സിന്ധു എന്ന ചെറുപ്പക്കാരിയിൽ നിന്നാണ് ഈ സംഘത്തെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. ആ പെൺകുട്ടി കാറാപകടത്തിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. ഈ കേസിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ബോംബെ പോലീസ് കേരളത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. സിന്ധുമോളെ, തോട്ടക്കാരന്റെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. എന്താ സുമതി? തോട്ടക്കാരന്റെ ജോലിയൊക്കെ സിന്ധു ചെയ്യുന്ന കണ്ടിട്ടാ. ജോലി ഇല്ലെങ്കിൽ സാർ അവനെ പിരിച്ചുവിട്ടാലോ എന്ന് കരുതിയ. സമയം പോകാൻ എന്തെങ്കിലും ഒരു മാർഗം വേണ്ടേ സുമതി? സിന്ധുവിന് ഡാൻസ് പഠിക്കണമെന്നുണ്ടോ? പഠിച്ചാ കൊള്ളാവുന്നുണ്ട്. സിന്ധുവിനെ നശിപ്പിക്കാൻ ശ്രമിച്ചവരൊക്കെ ഇപ്പൊ ഇരുമ്പഴിക്കുള്ളിലാ. വിശദവിവരം പത്രത്തിലുണ്ട്, വായിച്ചു നോക്കൂ. എവിടെ നോക്കട്ടെ. ഗൾഫ് നാട്ടിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് പാവപ്പെട്ട പെൺകുട്ടികളിൽ നിന്നും പണം തട്ടിയെടുത്ത സംഘത്തെ ബോംബെയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സംഘത്തിന്റെ തലവൻ ചുവന്ന മണ്ണ് സ്വദേശിയായ മോഹനാണ്. ഓടി രക്ഷപ്പെട്ട സിന്ധു എന്ന ചെറുപ്പക്കാരിയിൽ നിന്നാണ് ഈ സംഘത്തെക്കുറിച്ച് പോലീസിന് വിവരങ്ങൾ ലഭിച്ചത്. സിന്ധു ഒരു കാറപകടത്തിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. ഈ കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ ബോംബെയിൽ നിന്ന് പോലീസ് കേരളത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. എന്റെ ദൈവമേ, ഇനി എന്താകുമോ എന്തോ. പത്രക്കാരിങ്ങനെ പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട് എഴുതുന്നേ. അവരെത്ര വേണമെങ്കിലും അങ്ങോട്ട് എഴുതിക്കോട്ടെ. കുഞ്ഞു പേടിക്കണ്ട. ഇതേ പത്രത്തിൽ ഇതേ മാറ്ററിന് എതിരായിട്ട് ഒരാഴ്ച കൊണ്ട് ഞാൻ കൊടുക്കും. സാർ, ഈ വിവരം വീട്ടിലുള്ളവർ വായിച്ചറിയുമ്പോ സിന്ധു ഉടനെ തന്നെ വിശദമായിട്ട് വീട്ടിലേക്ക് ഒരു കത്തെഴുതിയാൽ മതി. അത് പോരെ സുമതി, എനിക്ക് ഇന്ന് തന്നെ വീട്ടിലേക്ക് പോണം. സിന്ധുവിന് നിർബന്ധമാണെങ്കിൽ പോകാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യാം. ബാല, ഒരു ടിക്കറ്റ് എടുത്തു കൊടുക്കും. സാർ, ഒരു ഉപകാരം കൂടി ചെയ്യണം. പറഞ്ഞോളൂ. സാറ് എന്റെ കൂടെ നാട്ടിലേക്ക് വരണം. ഈ അവസ്ഥയിൽ എന്റെ അച്ഛനെയും അമ്മയും എങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കൊരു പിടിയില്ല. ശരി, ഞാൻ കൂടെ വരാം. എന്നാ പിന്നെ ഞാനും കൂടെ വരാം. അത് വേണ്ട. അല്ല, എനിക്ക് ആ നാടൊക്കെ ഒന്ന് കാണാലോ എന്ന് കരുതിയാ.
ചേട്ടനും ബാലേട്ടനും കൂടെ പോയാ പിന്നെ ഞാൻ ഇവിടെ തനിച്ചാവൂലേ? എന്നാ ശരി, ഞാൻ വരുന്നില്ല. ആ വേണ്ട, കണ്ടത്രയൊക്കെ മതി. സംസാരിച്ച് നിൽക്കാതെ വേഗം 2 ടിക്കറ്റ് ബുക്ക് ചെയ്യൂ. വരൂ സിന്ധു. സിന്ധു മോളെ, എന്തു പറ്റി? അവരുടെ കഴിഞ്ഞ കാല കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സിന്ധു, സിന്ധു നോക്കൂ, സിന്ധു. സിന്ധു, സിന്ധു മോളെ, സിന്ധു കണ്ണൂർക്കും മോളെ, കണ്ണൂർക്കും. സാരമില്ല, പൊയ്ക്കോളൂ. കുഞ്ഞെന്തിനാ വരുന്നവരെടുത്തും പോണവരെടുത്തും ഈ പഴയ കഥകൾ പറഞ്ഞു കേൾപ്പിക്കണം? സാർ, നമ്മുടെ പുതിയ ഡാൻസിന്റെ റിഹേഴ്സൽ ആരംഭിച്ചാൽ കൊള്ളാവുന്നുണ്ട്. അതിനെന്താ, നാളെ തന്നെ ആരംഭിച്ചോളൂ. സണ്ണി എവിടെ? സണ്ണി സാറും ജാൻസിയും കൂടെ ഇപ്പൊ പുറത്തു പോകുന്ന കണ്ടു. മാസ്റ്റർ, സണ്ണി വന്ന ഇന്ന് തന്നെ എന്നെ വീട്ടിൽ വന്ന് കാണാൻ പറയും. ശരി സാർ. ഓക്കെ, ഞാൻ വരാം. ആ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇതാരാ? സർ, ഇതാണ് ഞാൻ പറഞ്ഞ മിസ്റ്റർ ദേവി. ഹലോ, ഗ്ലാഡ് ടു മീറ്റ് യു സർ. സിന്ധു എന്നോട് എല്ലാ കാര്യം സൂചിപ്പിച്ചിരുന്നു. വരും, നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്താ ഒരു മൂഡ് ഔട്ട് പോലെ? ഒന്നുമില്ല. സിന്ധുവിനെ എങ്ങനെ ഈ ട്രൂപ്പിൽ നിന്ന് ഔട്ടാക്കാൻ ആലോചിക്കായിരുന്നു. നമ്മൾ ആര് വിചാരിച്ചാലും അത് നടക്കില്ല. ശങ്കർ സാറിന് അവളെ അത്ര കാര്യമാ. പിന്നെ ഇപ്പോ ആ രവിയെ കൂടി സാറിന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. Stupid. വെറുതെ ഓരോന്ന് ആലോചിച്ചാ വേണ്ടാത്ത ചിന്തകളൊക്കെ വരും. ഡാൻസ് വരും. റിഹേഴ്സൽ ഹാളിൽ അന്യ ആളുകൾക്ക് പ്രവേശനമില്ലെന്ന് മാസ്റ്റർക്ക് അറിയില്ലേ? എന്താ റിഹേഴ്സൽ ഇല്ലേ? അവര് നടത്തിക്കോട്ടെ.
ശങ്കർ സാർ വന്നിട്ട് വേണം അവന്റെ അഹങ്കാരം ഒന്ന് കുറയ്ക്കാൻ. സിന്ധു പോയി റിഹേഴ്സൽ അറ്റൻഡ് ചെയ്യ്. എനിക്ക് സൗകര്യമില്ല. മര്യാദയ്ക്ക് എന്റെ കൈ വിടുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ കൈയോട്. വേണ്ടടി വേണ്ട, വേണോ? വേണോ? കാറിൽ കയറൂ. പുറകിലിരുന്നോളൂ. സണ്ണിയെ ട്രൂപ്പിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ശരിയല്ല. എടാ ബാല, എന്തോ? നിന്നെ ഈയിടെ അങ്ങോട്ട് കാണുന്നില്ലെന്നും പറഞ്ഞ് സുമതി വലിയ പരാതിയിലാണ്. ഞാൻ എന്ത് ചെയ്താലും എനിക്കെന്നും പരാതിയേ ഉള്ളൂ. ജാൻസിയും സണ്ണിയും കൂടെ ചേർന്ന് ട്രൂപ്പിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് സാറിനറിയാമോ? ചിലതെല്ലാം ഞാൻ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ട്രൂപ്പ് ഒരു മുത്തുമാല പോലെയാണ്. അതിൽ നിന്ന് ചില മുത്തുക്കൾ അടർത്തി മാറ്റിയാൽ അതിന്റെ കോട്ടം ആ മാലക്കുണ്ടാവും. അപ്പോ ഞാൻ പറഞ്ഞ സിന്ധുവിന് മനസ്സിലായല്ലോ. സാറ് പറയുന്നത് ശരിയാണ്. പക്ഷേ ട്രൂപ്പിൽ ഇപ്പോൾ ഒരച്ചടക്കവും ഇല്ല. ആ ചാൻസിയും ഡോളിയും ഗീതയും ഒക്കെ ഇപ്പൊ സണ്ണിയുടെ വലയിലാ. ഒരു കാര്യം ചെയ്യാം സിന്ധു, സണ്ണി ഇവിടുത്തെ ട്രാവൽ ഏജൻസിയുടെ മാനേജറെ നിയമിക്കാം. അപ്പോ ട്രൂപ്പിൽ ഒരാള് വേണ്ടേ? ആളെയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ആരാ? ആള് സിന്ധുവിന് ഇഷ്ടപ്പെട്ട ആള് തന്നെ. അതാ വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. രവി കാലത്ത് എവിടെ പോയിരുന്നു? ഞാൻ ബാങ്കിൽ പോയിരുന്നു. റിഹേഴ്സൽ ക്യാമ്പിൽ ഉണ്ടായ കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. ദാറ്റ്സ് ഓൾ റൈറ്റ് സർ. എനിക്ക് രവിയോട് പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഓ യെസ്, അതിനെന്താ, ഞാൻ പൊയ്ക്കോളാം. രവി ഇരിക്കൂ. സിന്ധുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു വളച്ചു കെട്ടില്ല, അത് കാര്യം പറയാം. രവി സിന്ധുവിനെ വിവാഹം കഴിക്കണം. സർ, ഒന്നും പറയണ്ട, രവിക്ക് സമ്മതാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. സിന്ധുവിന് രവിയെ ഇഷ്ടമാണ്. എനിക്കും സമ്മതമാണ്. എന്താ രവിക്കൊരു നാണം? അപ്പോ നാളെ ഞാൻ ദുബായിക്ക് പോവുകയാണ്. തിരിച്ചു വന്നാൽ ഉടനെ നിങ്ങളുടെ വിവാഹം. ഉം? ആ. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം? സിന്ധുമോളെ, സിന്ധുമോളെ, മോളെ ചായ. എന്ത് പറ്റിയ ആശാനെ? തന്റെ അപ്പന്റെ കൂടെ വന്നു. അച്ഛനെ, അച്ഛനെ, അങ്ങാടി തോറ്റതിന് അമ്മയെ തല്ലിയിട്ട് എന്താ കാര്യം? കഴിച്ചോ? വെളുത്തതെല്ലാം പാലിൽ നിന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയതല്ലേ. എന്റെ പെങ്ങളെ പോലെ കരുതി പറയാണ്. അയാളുമായുള്ള ബന്ധം കുഞ്ഞിന് ചേർന്നതല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലെ ലീവാ കാര്യങ്ങളിലൊന്നും നിങ്ങൾ തലയിടരുത്. ഞാൻ പറയുന്ന അനുസരിച്ചാ കുഞ്ഞ് എന്നെക്കാൾ ചെറുതായൊന്നും പോയില്ല. തനിക്ക് ഈയിടെയായി കുറച്ച് അധിക പ്രസംഗം കൂടുന്നുണ്ട്. ഹലോ, ആരാ സംസാരിക്കുന്നു? ബാല. ഓഹോ, ഇല്ല, റിഹേഴ്സൽ പോയിരിക്കാം.
ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ക്യാമ്പിലേക്ക് ഫോൺ ചെയ്ത് നോക്കി അറിയാം. ബാലേട്ടാ, ഉം, സിന്ധു എവിടെ? ഇവിടെ ഇല്ല. നിങ്ങൾ വന്ന റിഹേഴ്സൽ ക്യാമ്പിലേക്ക് എല്ലാം പറഞ്ഞു. ഇങ്ങനെ ഒരു സാഹചര്യം ഞാൻ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ്. സിന്ധുവിന് എന്നോട് ദേഷ്യം തോന്നിയേക്കാം, പക്ഷേ എനിക്ക് പണ്ടേ ഉള്ള ഒരു ആഗ്രഹമാണ്. ആ ആഗ്രഹം സാധിച്ചതിന്റെ സിന്ധു വയ്ക്കുള്ളൂ. എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഇത് മറ്റാരും അറിയാൻ പോകുന്നില്ലെന്ന്. പിന്നെ രവിയുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ച സ്ഥിതിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഒന്നും ആകാനും പോകുന്നില്ല. ഇതൊക്കെ എതിർത്ത് ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സുഖമുള്ള ഏർപ്പാടല്ല. പിന്നെ നിവൃത്തിയിലാവന്നാൽ എന്തു പറയുന്നു? ഹായ് മോഹൻ. അതെ, മോഹൻ തന്നെ. ഞാൻ ജയിലിൽ നിന്ന് തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചു അല്ലേ? കഴിഞ്ഞതൊക്കെ മറക്കളിയാ, നമുക്കൊന്ന് കൂടാ. ഞാൻ ആവശ്യത്തിന് കഴിച്ചിട്ടുണ്ട്. അതിരിക്കട്ടെ, ആശാൻ ഒരു കാര്യം അറിഞ്ഞോ? ഉം. നിന്റെ മുറപ്പെണ്ണ് ഇവിടെ വിലസുകയാ. അവളെ ശങ്കർ വെച്ചോണ്ടിരിക്കല്ലേ? അയാളെ വിട്ടെന്നാ തോന്നുന്നത്. ഇപ്പോൾ അവള് വേറൊരുത്തനെ വെച്ചോണ്ടിരിക്കുക. ആരാണവൻ? അതൊക്കെ പറയാം, നമുക്ക് രണ്ട് ഫിറ്റ് ചെയ്യാം. വാ. ഫുള്ളാണല്ലോ.